ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം നമ്മുടെ പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, നമ്മുടെ ലവ് ലൈഫ്, നമ്മുടെ സമാധാനം, ഈ സംഭവമൊക്കെ എങ്ങനെ നമുക്ക് കൂട്ടാം. അത് കർമ്മയിൽ ആരും സഞ്ചരിക്കാത്ത ചില വഴികളിലൂടെ, ആരും സഞ്ചരിക്കാത്തൊന്നുമല്ല, അത്യാവശ്യം എല്ലാവരും സഞ്ചരിക്കുന്ന സ്പിരിച്വൽ പാതകളിൽ എല്ലാവരും സഞ്ചരിക്കുന്ന ചില വഴികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു എക്സ്പോഷർ നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പോസിറ്റീവ് നമുക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ ബ്ലെസ്സിങ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും പറയാം. അത് പ്രാണിക് ഹീലിങ്ങിലൊക്കെയാണ് അത് വളരെ അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കാം, കൈകളൊന്ന് ഓപ്പൺ ചെയ്യാം. കാരണം എന്തൊരു നോളജ് നമുക്ക് കിട്ടണമെങ്കിലും ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് അതിൻ്റെ കൂടെ ഉള്ളപ്പോൾ അത് വളരെ ഉപകാരപ്പെടും എന്നാണല്ലോ പറയുക. അപ്പോൾ കൈകളൊന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. വിഷ്വലൈസ് എ വൈറ്റ് ലൈറ്റ്. Let that white light be God, the supreme God. അവിടെ നിന്നൊരു ബീം ഓഫ് ലൈറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ കൈകളിങ്ങനെ ഓപ്പണാക്കി വെച്ചാൽ, എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കൈകളിങ്ങനെ ഓപ്പണാക്കി വെച്ചാൽ ആ ഒരു ഹയ്യർ ബീയിങ്സിൻ്റെ ഒക്കെ എനർജി നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ സെൻസ് ചെയ്യാൻ തന്നെ പറ്റും. ഓക്കെ, സോ ടു ദ സുപ്രീം ഗോഡ്, Divine Father, Divine Mother, to my spiritual teacher, to all the spiritual teachers, all the great ones, holy gurus, holy masters, saints, archangels, holy angels, angels of prosperity, angels of abundance, healing angels, healing ministers, and spiritual helpers. We invoke for a divine blessing, for a divine guidance, for a divine love and mercy, for inner healing, physical healing and psychological healing, for abundance and prosperity, for divine help and protection. Now be still. ആ സ്റ്റിൽനെസ്സിൽ തന്നെ ആ ഒരു എനർജി ഡൗൺ ഫോർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കൈകളിൽ പോലും ആ എനർജി സെൻസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. Okay, thank you. We thank you in full faith. Okay. Now slowly open your eyes. അപ്പോൾ guys, ഇന്നിപ്പം നമ്മൾ കാര്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളെന്താ പറയുക, ഇപ്പം ഈ ഒരു ഇൻവോക്കേഷൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം ജ്യോതിയും വന്നില്ല, തീം വന്നില്ല എന്നുള്ള സ്റ്റേജ് ഉണ്ടാവാം, കാര്യമാക്കണ്ട. പക്ഷെ ചിലർ തന്നെ ഒരു ഇന്നർ വേൾഡിലൂടെ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. ചിലർക്ക് ഒരു എനർജി സെൻസേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നർ വേൾഡ് പിന്നെ ഔട്ടർ വേൾഡ് ഇങ്ങനെ സംഭവമാണ്. ഔട്ടർ വേൾഡ് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന, നമ്മളിവിടെ സ്ഥിരമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ഈ ഒരു ലോകം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താ പറയുക, രണ്ടിലുമുള്ള രീതികൾ, രണ്ടിൻ്റെയും ലോസ് വളരെയധികം വ്യത്യാസമാണ്. അപ്പോൾ ഇതായത് ഇപ്പോൾ നമ്മളിപ്പം ഒന്നുമില്ല, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളതിന്ന് ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഔട്ടർ വേൾഡിൽ എക്കണോമിക്സ് പരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിലാകെ ബാലൻസ് 500 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ ഇന്നർ വേൾഡിൽ അങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ. ഇന്നർ വേൾഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഇതുപോലെ എന്തെങ്കിലും പ്രോസ്പെരിറ്റി, മണി എന്ന സംഭവമാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു 1000 റുപ്പീസാണ്, 1000 റുപ്പീസിന് 500 കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ സത്യം പറഞ്ഞ പ്രോസ്പെരിറ്റി അങ്ങോട്ട് പോകുന്നു എന്ന രീതിയിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു എക്കണോമിക്സ് ലെവലിൽ ചിന്തിക്കുകയാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി വരാൻ നിങ്ങൾ പ്രാപ്തനാവുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇത് ലോ ഓഫ് കർമ്മ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൊടുക്കാണ്ട് എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊരു സ്റ്റാഗ്നന്റ് ഫീൽ ആവും. അപ്പോൾ കൂടുതൽ ലവ് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളത് കൊടുക്കണം. നമ്മളത് കൊടുക്കുന്ന സമയത്താണ് അത് കൂടുതലായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരിക. ഇപ്പോൾ കിണറിലൊക്കെ വെള്ളം കോരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഇപ്പോൾ ആരും കോരലുണ്ടാവില്ല, പക്ഷേ പണ്ട് കാലത്ത് കോരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആ കിണറിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറത്തെ വെള്ളം കൂടുതൽ വറ്റുകയല്ല ചെയ്യുക. അപ്പോൾ പുതിയ ഉറവകളിലൂടെ ആ വെള്ളം വന്ന് വീണ്ടും ഫില്ലാവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്താണ് നിങ്ങളൊരു ബാലൻസ് കണ്ടെത്തി എന്ന രീതിയിൽ പറയാം.
പലർക്കും അതില്ല. കാരണം ചിലർ കൊടുക്കുന്നവൻ, ബാലേട്ടൻ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ കൊടുക്കുന്നവനെന്നും കൊടുത്തുകൊണ്ടിരിക്കും മഞ്ഞേ, മേടിക്കുന്നവനെന്നും മേടിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെയാണ്. പക്ഷേ അതല്ല, നമുക്ക് ഒരു സ്പിരിച്വൽ പാത്തിൽ ഈ ഒരു കാലത്ത് പോകണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ബാലൻസ് കണ്ടെത്തിയിരിക്കണം. അപ്പം ഇപ്പം എന്താ പറയുക, കാരണം അല്ലെങ്കിൽ അത് ഒരുപാട് കൊടുത്തോണ്ട് മാത്രമേ നിൽക്കുകയാണെങ്കിലും മേടിച്ചുകൊണ്ട് മാത്രം നിൽക്കുക, ആ ലെവലിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്താം. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു കിണറിലെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല. നിങ്ങൾ സ്നേഹമാണെങ്കിൽ ആർക്കും കൊടുക്കുന്നില്ല, ആ ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെയും എത്താത്ത രീതിയിലെത്താം. ഇപ്പോൾ കിണറിലെ വെള്ളത്തിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് തന്നെ ഒരു വെള്ളം പോലും ആരും എടുക്കാതെ അതിങ്ങനെ സ്റ്റാഗ്നൻ്റായി തന്നെ നിൽക്കാതെ ആയിരിക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ ആ വെള്ളം പോയ്സണസ് അല്ലെങ്കിൽ വളരെ ഡേർട്ടി എന്ന രീതിയിലേക്ക് അത് മാറാം. അതുതന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനും നമ്മുടെ മണി ഫ്ലോനും എല്ലാത്തിൻ്റെയും കാരണം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എന്താ പറയുക, ഇപ്പം നമ്മളൊരു കേരളത്തിലെ ഒരു മെയിൻ സംഭവം വെച്ച് തന്നെ പൊസസീവ്നെസ് എന്ന് പറഞ്ഞ സംഭവം, ചിലപ്പോൾ ടോക്സിക് ആയിട്ട് പോകുന്ന സംഭവം പൊസസീവ്നെസ്. പക്ഷേ പൊസസീവ്നെസ് എന്ന് പറഞ്ഞത് ഭയങ്കര ലവ് ആണെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ആ ഒരു ഒതുക്കൽ പരിപാടിയിലല്ലല്ലോ. ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീഡം കൊടുക്കുക. ഒരാൾ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യണം, അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം, അവർക്ക് എല്ലാവിധ, കാരണം അതൊരു എന്താ പറയുക, അവർക്കൊരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. അല്ലാതെ ഫുൾ ടൈം നമ്മളെ ഞാനിവിടെ ഉള്ള സമയത്ത് മാത്രമേ നീ ശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ലെവലിലേക്ക് പോകുന്ന ടോക്സിക് കാലം ഇവിടെ ഉണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. ഇപ്പം അങ്ങനെ പൊസസീവ്നെസ് എന്ന് പറഞ്ഞപ്പോൾ അത് ചിലപ്പോൾ ഒരു വാദിക്കുക, ഇത് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് വാദിക്കുക. സത്യം പറഞ്ഞാൽ ആ ലവിനെ കൂടുതൽ വെട്ടിക്കീറി കൊല്ലുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ പൊസസീവ്നെസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വിടാം. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും. ചിലർക്ക് കുറച്ച് സമാധാനം വേണ്ടിയായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം, ചിലർക്ക് ലവ് ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആസ്പെക്റ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അതൊരു സീഡായിട്ട് നിങ്ങൾ എടുക്കുക. ഒരു സീഡ് നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് വളരണം. അതാണല്ലോ വേണ്ടത്. പെട്ടെന്ന് വളരാൻ ഇപ്പോൾ നമ്മൾ പറയാം എന്താ, കുറച്ച് ഫെർട്ടിലൈസർ അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ ഒരു ഫെർട്ടിലൈസർ ആഡ് ചെയ്തൊരു ബൂസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഒരു സംഭവം. അതായത് ലാവോസിൻ്റെ ഒരു കോട്ട് തന്നെ ഉണ്ട്, യു കനോട്ട് റിസീവ് വാട്ട് യു ഡോണ്ട് ഗിവ്, ഔട്ട് ഫ്ലോ ഡിറ്റർമിൻസ് ഇൻഫ്ലോ. അതായത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ കൊടുക്കാത്ത കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കൊടുക്കണം. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്, ഒരു ലോ ഓഫ് കർമ്മയാണ്. കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, പണി കിട്ടി 8ൻ്റെ പണി തരാൻ മാത്രമല്ല, അതിൽ ഒരുപാട് ഒരു ഹാക്ക്, ഒരുപാട് ട്രിക്സ് അതിലുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചെയ്താൽ അതൊന്ന് അതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്യുന്നൊരു പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ കിട്ടും എന്നുള്ളൊരു ആസ്പെക്റ്റ് മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്ന ഒരു മെത്തേഡിലേക്കും കർമ്മ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതൊക്കെ ഇതിൻ്റെ ഒരു ചില ടെക്നിക്സാണ്. ടെക്നിക്സ് പറഞ്ഞപ്പം ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറേ ആൾക്കാർ മാനിഫെസ്റ്റ് ആവുന്നില്ല. അപ്പം അത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞിറങ്ങുകയാണെങ്കിൽ അതങ്ങോട്ട് വരില്ല. അതിനായിട്ട് ചില ടെക്നിക്സ് ഉണ്ട്, ചില ഹാക്ക് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ വളരെ ഹയർ ലെവലാണ് ചില എനർജി ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് വരിക. അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും മൂപ്പര് പണിയെടുത്തുകൊണ്ട് വെക്കും. അപ്പം അങ്ങനത്തെ ഒരു ലോ ഉണ്ടെങ്കിൽ അതിനോട് നമ്മൾ മുഖം തിരിച്ച് നടന്നൊരു കാര്യമില്ല. അപ്പം ആ ഒരു സംഭവം ഉണ്ട്, ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ അതിനെ കൊണ്ടുവരാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിനായിട്ട് ചില ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതന്നെ ഒരുവിധം എല്ലാ റിലീജിയൻസിലും അത് പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ചില സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കർമ്മയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതാണ് ഞാനിതിൽ ഒരു ജോയിൻ ചെയ്യുന്നതിൽ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്, ഏത് തരം സീഡാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ചിലർക്ക് അതൊന്നും അതിലേക്കൊന്നും ഡെപ്തിലേക്ക് പോകണം. ചിലർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആരും ഹേർട്ട് ചെയ്യരുത്, നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാനാണ്. ഇപ്പം എന്താ പറയുക, എനിക്ക് ഒരുപാട് സ്ഥലത്ത് നെഗറ്റീവ് അറ്റാക്സും മറ്റു കാര്യങ്ങളും ഓരോരുത്തരെ കുറിച്ച് നെഗറ്റീവ് പറയും. അപ്പം നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൾക്കാരായിരിക്കില്ല, പക്ഷെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്ത് എവിടെയോ അത്രയും നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പം അതങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ച് കെട്ടാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാരണം തന്നെ നമ്മുടെ കർമ്മ ചില
ഇപ്പം നമ്മൾ പറയാ പ്രീവിയസ് ലൈഫിൽ നമ്മളെ കർമ്മ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടി ഇപ്പം അത് തിരഞ്ഞു പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് പോകേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പം ലൈഫിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, അത് എന്തൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ഭാഗത്താണ് നിങ്ങൾ സഫർ ചെയ്യുന്നത്, അതാണ് നിങ്ങൾ റിസോൾവ് ചെയ്യാനുള്ള കർമ്മ. ഇതൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉണ്ടാക്കിയ കർമ്മ ദോഷങ്ങൾ അല്ലെങ്കിൽ ബാഡ് കർമ്മ എന്ന് പറഞ്ഞ സംഭവം. അപ്പം അത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതെങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ മാറണം. അപ്പം കർമ്മ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഫിനാൻസ് വേണം, അതിൻ്റെ പ്രോസ്പെരിറ്റി വേണം, പണം വേണമെങ്കിൽ എന്താ, നിങ്ങൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു ചെറിയ ശതമാനം നിങ്ങൾ ചാറ്റ് ചെയ്യണം. നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒരുപാട് അധികമായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ മാസ്റ്റർ ചോക്കോക്സിയുടെ ടീച്ചിങ്സ് ഉള്ള സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്നേഹം കൊടുക്കണം. സ്നേഹം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് 100 ഇരട്ടിയായി തിരിച്ചു വരും. പക്ഷെ അത് സ്നേഹം കൊടുക്കാൻ പറ്റിയ സംഭവം ഒരു ബീയിങ് ആയിട്ട് നമ്മൾ മാറണം. അതിനാണ് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, സെൽഫ് ലവ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യണം, ആ സംഭവങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ ഇതെന്താ പറയുക, ഓവർ നന്നായാലും പ്രശ്നമാണെന്ന് പറഞ്ഞ കേസ് വരെയാണ്. ഇപ്പോൾ ചില സ്പിരിച്വൽ ആൾക്കാരുണ്ട്, അതൊരിക്കലും ഞാൻ തെറ്റായിട്ട് പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണ്, ചാരിറ്റി കൊടുക്കുകയാണ്, അപ്പോൾ ഒരു എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പൈസ കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു മൂലാധാര ചക്ര വലുതാവുന്നുണ്ട്, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി എനർജി നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ഡിസർവിങ് ആവുകയാണെന്നാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു റിജക്ഷൻ മൈൻഡ് സെറ്റിൽ ഇത് എനിക്കൊന്നും വേണ്ട എന്ന രീതിയിലാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഒന്നും നിങ്ങളിലേക്ക് പിന്നെ വരാൻ പോണില്ല. പക്ഷേ അത് ഒരു മോശപ്പെട്ട കാര്യമല്ല. കാരണം അങ്ങനെ വരുന്ന സമയത്തും ഈ ലോ വർക്കിംഗ് ആണ്. അപ്പോൾ അതിന് പകരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആയിരിക്കാം വരിക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹാർട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ വരാം. അപ്പോൾ കുറച്ചും കൂടി സ്പിരിച്വൽ കണക്ഷൻ കൂട്ടുന്ന രീതിയിലും അത് നമുക്ക് ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാണിക് ഹീലിംഗ് പഠിച്ച് നിങ്ങൾ സ്കാനിങ് ഒക്കെ റെഡി ആവുന്ന സമയത്താണ് അത് കിട്ടുക. ഓക്കെ, പക്ഷേ ഇതിന് ഈ പോയിന്റ് പോവുകയാണെങ്കിലും അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് കൊടുക്കണം എന്നുള്ള സംഭവമാണ് വളരെ നല്ല സാധനം. പക്ഷെ അത് കൊടുക്കൽ മാത്രമാണെങ്കിൽ അത് പിന്നെയും നിങ്ങൾ ചിലപ്പോൾ ഒരു പോയിന്റിൽ സഫറിങ്ങിലേക്ക് പോവാം. ഇപ്പം നിങ്ങളൊരു ഗിവറാണ്, പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എല്ലായിടത്തും മേടിച്ച് നിങ്ങളോട് ഒന്നും തന്നെ കൊടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റേ നിങ്ങൾക്കില്ല. അങ്ങനെ വരുന്ന സമയത്തും അതും ഒരു സഫറിങ്ങിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ മാക്സിമം അതിലൊരു ബാലൻസ് കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ഗുഡ് കർമ്മ എന്ന് പറഞ്ഞ സംഭവം സത്യം പറഞ്ഞാൽ അത് ഗുഡ് ലക്കായിട്ട് ആക്ട് ചെയ്യും. ഗുഡ് ലക്ക് തന്നെയാണത്. പലപ്പോഴും ചില മിറാക്കിൾ, ചില ഗുഡ് ലക്കൊക്കെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് കർമ്മ അവിടെ അത് മെറ്റീരിയലൈസ് ചെയ്യുകയാണെന്നാണ് ഞാൻ പറയാൻ. പക്ഷെ നിങ്ങൾക്ക് ഒരു ഭാഗ്യമില്ല, നിങ്ങൾക്ക് ഒരു ലക്കും തന്നെ വരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ചാരിറ്റി അല്ലെങ്കിൽ സർവീസ്, ഇപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ടാവണമെന്നില്ല, ഇതുപോലെ ചാരിറ്റി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് സർവീസ് ചെയ്യുക. സ്പിരിച്വൽ നോളജ് ആർക്കെങ്കിലും സ്പ്രെഡ് ചെയ്യുക, ഏതെങ്കിലും സോളിനൊരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സർവീസ്, സേവ എന്നൊക്കെ പറയും, ആ രീതിയിൽ നിങ്ങളത് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്താലും മതി. യു ആർ ജനറേറ്റിംഗ് കർമ്മ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ, നിങ്ങൾ ലോക്ക് ആവില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളൊക്കെ വരുമായിരിക്കും, പക്ഷേ എങ്ങനെങ്കിലൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു മിറാക്കിൾ ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ചിലവർ തന്നെ അവർക്ക് ഓരോപ്പോഴും ബിസിനസ് മൈൻഡാണ്. ഇപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും, അല്ല ഇപ്പോൾ സ്പിരിച്വാലിറ്റി വന്നിട്ട് എന്താ കാര്യം, അവിടെയും അവർക്കൊരു റിസീവിങ് മോഡ് മാത്രമാണ്. വന്നിട്ട് എന്താണ് കാര്യം, അവർക്ക് എന്ത് കിട്ടും. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ചില പോയിന്റിൽ ഈ മേടിക്കൽ മാത്രമാണെങ്കിൽ ചില പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ റിസീവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നിങ്ങൾ ആ ലെവലിലേക്ക് ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോവാം, അങ്ങനത്തെ സിറ്റുവേഷൻ വരാം. കുറച്ചും കൂടി സഫറിങ്ങിലേക്ക് നിങ്ങൾ പോവാം. അപ്പോൾ നിങ്ങളൊരു കൊടുക്കുന്ന ആളാണ്, നിങ്ങളൊരു ഗിവർ ആണെങ്കിൽ ഈ സെയിം സിറ്റുവേഷൻ വരാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം റിസീവ് നിങ്ങൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയം സത്യം പറഞ്ഞാൽ ഇനി റിസീവ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ പറയാന്ന് വെച്ചിട്ട് അതിന് എൻടൈറ്റിൽഡ് അല്ല നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കയ്യിലുള്ള പോകാനല്ലാണ്ട് കൂടുതൽ നിങ്ങൾക്ക് അപ്ഗ്രേഡിലേക്ക് പോകാൻ പറ്റൂല. അപ്പം അങ്ങനത്തെ കേസുകളിൽ, അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾ കർമ്മ ജനറേറ്റ് ചെയ്യുക, പുതിയ കർമ്മ, ഗുഡ് കർമ്മ ജനറേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ പല ആൾക്കാരും സഹായിക്കലും മോണിറ്ററി ആയിട്ട് സഹായിക്കൊക്കെ ആണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ റിസീവ് ചെയ്യാനുള്ള എൻടൈറ്റിൽമെൻറ്റ് കൂട്ടുന്ന രീതിയിലേക്ക് അത് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലൈഫിൻ്റെ അമൂല്യമായ ലെസൺസാണ്.
അപ്പം ഇത് ഒരുപാട് ഇപ്പം ഞാൻ ഇതിൽ ഇൻപുട്ടാക്കി എടുത്ത ഒരു സാധനവും സത്യം പറഞ്ഞാൽ അതിലില്ല. ഇതൊക്കെ നല്ല നല്ല അടിപൊളി സ്പിരിച്വൽ ടീച്ചേഴ്സ്, ഇപ്പോൾ നമ്മുടെ പ്രാണിക്കീവിൻ്റെ മാസ്റ്റർ ചോക്കോക്സ്, മഹാഗുരുജി മേരിങ്, അങ്ങനത്തെ ഒരുപാട് സ്പിരിച്വൽ ടീച്ചേഴ്സിൻ്റെ ഇൻപുട്ട് മാത്രമാണ്. അപ്പം ഇത്രയും ഇൻപുട്ടുകൾ നമുക്ക് ഒരു സ്പിരിച്വൽ ടീച്ചേഴ്സ് വഴി കിട്ടിയിട്ട് അത് നമ്മളെ ലൈഫിൽ മനസ്സിലാക്കി നമുക്ക് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലൈഫ് ഈ ലെസൺസൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ലൈഫ് പഠിപ്പിക്കുന്ന ലെസൺസ് നിങ്ങൾക്ക് അറിയാലോ, അത് അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല. അപ്പം അപ് ടു യു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നറിയും ഇപ്പം ഇതിൽ ചില ആൾക്കാർ ഭയങ്കര ഗിവേഴ്സ് ആണെങ്കിൽ കൂടി, ഇപ്പം സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഭയങ്കര ഗിവർ ആണെങ്കിൽ കൂടി ചിലപ്പോൾ അത് വല്ലാണ്ട് ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ലൈഫ് ടൈമിൽ ഒരു ചിലപ്പോൾ കുറച്ച് സെൽഫിഷ് മൈൻഡുള്ള രീതിയിൽ പോവാം. കാരണം എല്ലാം ബാലൻസ് ചെയ്യണം. ഇതിൻ്റെ മെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും വേണം, നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുകയും വേണം, നിങ്ങൾ വളരെ ആ രീതി വേണം. കാരണം നിങ്ങൾക്ക് ഒരു റിച്ച്നെസ്, നിങ്ങളൊരു പ്രോസ്പെരിറ്റി നിങ്ങൾ ആസ്വദിക്കുകയും വേണം, അതുപോലെ തന്നെ നിങ്ങൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും വേണം. ആ ബാലൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, ആ ലെസൺ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ആ ലൂപ്പ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസീവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുക, കൂടുതൽ കർമ്മ ജനറേറ്റ് ചെയ്യുക. ഇതെന്തിൻ്റെ സംഭവത്തിനാണെങ്കിൽ ലവ് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രോസ്പെരിറ്റി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നെങ്കിലും ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ അടിപൊളിയായി തന്നെ ജീവിക്കുക. ഓക്കെ ഗായ്സ്, വീണ്ടും സന്ധിക്കും വരെ വണക്കം.